എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറുപയർ പരിപ്പാണ്. ചെറുപയർ പരിപ്പ് വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ദോശ നമുക്ക് എളുപ്പത്തിൽ ഇനി ഉണ്ടാക്കാം. ഈ ഒരു ദോശ തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് തലേ ദിവസമേ മാവ് പുളിപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. മാവ് അരച്ച് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ വളരെ ക്രിസ്പി ആയിട്ടുള്ള നല്ല മുരുമുര ദോശ നമുക്ക് ആർക്കും ഇനി തയ്യാറാക്കി എടുക്കാനും സാധിക്കും. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലെ നിത്യം ഉണ്ടാക്കുന്ന ദോശയ്ക്കായിട്ടുള്ള അരിയും ഉഴുന്നൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഇനിയിപ്പോൾ ആർക്കും എളുപ്പത്തിൽ ദോശ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ചേച്ചി സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം അളവുള്ള കപ്പിൽ 1 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പരിപ്പ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇനി കഴുകിയെടുത്തിട്ടുള്ള പരിപ്പിലേക്ക് കുതിർന്നു വരാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരമണിക്കൂർ നേരത്തേക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പൊ ഇനി പരിപ്പൊന്ന് കുതിർന്നു വരട്ടെ. ഇനി നമ്മുടെ പരിപ്പ് ഇവിടെ കുതിർത്താൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരമണിക്കൂർ കൊണ്ട് തന്നെ നല്ല പോലെ തന്നെ കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല വെണ്ണ പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഒറ്റത്തവണ കൊണ്ട് തന്നെ നമുക്ക് ഈ പരിപ്പ് അരച്ചെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ പരിപ്പിലേക്ക് 3 പച്ചമുളക് കട്ട് ചെയ്തത്, ഇതുപോലൊരു കഷ്ണം ഇഞ്ചി, ഒരു സവാള കട്ട് ചെയ്തത് കൂടി ചേർക്കാം. ഇനി നമ്മുടെ ദോശയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർക്കാം. കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. ഇനി അരച്ചെടുക്കാൻ ആവശ്യമായ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല വെണ്ണ പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ പരിപ്പ് ഇവിടെ നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഇതേ ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലാണ് മാവ് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഈ മാവ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും മാവ് ഒന്ന് പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ടാവും. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ദോശ മാവ് ഇവിടെ അരച്ചു വെച്ചിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല പോലെ തന്നെ ഒന്ന് പതഞ്ഞു നിൽക്കുന്ന ഒരു പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്കുടൻ തന്നെ ദോശ തയ്യാറാക്കാൻ തുടങ്ങാം. ദോശ തയ്യാറാക്കി എടുക്കാനുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഓയിൽ കൂടെ പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓരോ തവി മാവും പാനിലേക്ക് കോരി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചൂടെ എടുക്കാം. ആദ്യ ദോശ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ട് തന്നെയാണ് നമുക്കിവിടെ പരത്തിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ദോശയുടെ മേലെയായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടെ ഇതിന്റെ മേലെയായിട്ട് പോലെ ഒന്ന് വിതറി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ദോശ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് പാനിൽ നിന്നും എടുത്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ദോശ ഇവിടെ റെഡിയാണ്. ഒരു പാനിലേക്ക് മാറ്റാം. ആദ്യ ദോശ നല്ല പോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. വീണ്ടും കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം. കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് തളിച്ച് നമ്മുടെ കല്ലിന്റെ ചൂടൊന്ന് കുറച്ചതിന് ശേഷം ഓരോ തവി മാവും പാനിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കും. അങ്ങനെ രണ്ടാമത്തെ ദോശയും പാനിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്കിതിന്റെ മേലെയായിട്ട് കുറച്ച് നെയ്യ് കൂടെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. മല്ലിയില അല്പം വിതറി കൊടുക്കാം. ഇനിയിപ്പോ ഈ ഒരു ഭാഗവും നല്ലോണം മുരിഞ്ഞു വരുമ്പോൾ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ എത്ര എളുപ്പത്തിലാണ് നമുക്കിതുപോലുള്ള നല്ല ക്രിസ്പി ദോശ തയ്യാറാക്കി എടുക്കാനും സാധിക്കുന്നത്. ചെറുപയറിൽ ധാരാളം പ്രോട്ടീനൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള പ്രായമായ അച്ഛനമ്മമാർക്ക് വരെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കും. ഇനിയിപ്പോൾ നമ്മുടെ വീടുകളിൽ ദോശ ഉണ്ടാക്കാനുള്ള അരിയും ഉഴുന്നും ഇല്ലെങ്കിൽ പോലും വളരെ എളുപ്പത്തിൽ തന്നെ ആർക്കും ദോശ തയ്യാറാക്കി എടുക്കാനും സാധിക്കും. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഗസ്റ്റ് എല്ലാം വരുന്ന സമയത്ത് പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ വീഡിയോ കണ്ട് വീടുകളിൽ തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാത്തിരിക്കുക.